ഹലോ ഹായ് എല്ലാവർക്കും അമ്മൂസ് ഓൾ ഇൻ വൺ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ട്രാവലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ വീടിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഞാനും ആദ്യം കൂടി രാവിലെ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ വീടിന് വളരെ അടുത്ത് തന്നെയാണ്, അപ്പോൾ ഒരുപാട് ദൂരമൊന്നും പോകണ്ട, തൊട്ടടുത്താണ്. അപ്പം ഈ കാണുന്നത് വയലാണ്. പണ്ട് ഇവിടെ നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഇതിനപ്പുറത്തായിട്ട് ഒരു കുളമുണ്ട്. അപ്പം അവിടെ നല്ല മഴ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കുളമൊക്കെ നിറഞ്ഞിട്ട് മീനെല്ലാം ഇങ്ങോട്ടാവും. അപ്പോൾ ഇവിടെ നിന്നിട്ട് മീനൊക്കെ പിടിക്കാറുണ്ട് പലരും. അപ്പം പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ നിന്ന് ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഴിയുണ്ട്. കുഴി ചാടിയാലേ നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ക്യാമറയും കൂടെ ചാടട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ആദ്യം കൂടെ ചാടിയത്. അങ്ങനെ ഞങ്ങളിവിടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൂവുണ്ട്. ഇതാണ് കുളവാഴ പൂവാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു വയലറ്റ് ഇൻഡിഗോ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് ഈ പൂക്കൾ കേട്ടോ കാണാനായിട്ട്. സീസൺ ആയിട്ടില്ല, സീസൺ ആകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം നിറഞ്ഞങ്ങ് പൂക്കളാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പൂവും ചെടിയൊക്കെ കാണാൻ ഭംഗിയാണെങ്കിലും ഇത് കൃഷിക്കാരുടെ ഒരു ശത്രുവാണ്, ഒരു കളയായിട്ടാണ് അവരിതിനെ കാണുന്നത്. ഇത് പെട്ടെന്ന് അങ്ങ് പടന്ന് കിളിക്കും കേട്ടോ. നമുക്കിപ്പോൾ കുളം കാണിച്ചു തരാം. അപ്പോൾ കുളത്തിൻ്റെ സൈഡാണിത്. ശരിക്കും പറഞ്ഞാൽ അരുവത്തായിട്ട് കുറച്ച് പൂക്കൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പിച്ചുന്നുണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല, കാര്യം ആ കുളം നിറയെ അങ്ങ് ഈ ചെടി കൊണ്ടങ്ങ് മൂടിയിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് വൃത്തിയാക്കും ഇവിടെ ആളുകൾ വന്നിട്ട്. അപ്പം അതുകൊണ്ട് അറിയാത്തവർക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കുളം ഏതാണ് കര ഏതാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങ് നീണ്ടു കിടക്കുന്ന ഫുൾ അങ്ങ് ഈ ചെടി ആയിപ്പോയി കേട്ടോ. അപ്പം ഇത് സീസൺ ടൈം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൂ പിടിക്കും. അപ്പം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കില്ലേ, ആ ഒരു കളറാണ് കേട്ടോ. നല്ല നീല കളറായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇവിടെ ഫുള്ള് അങ്ങ് തെങ്ങുംതോപ്പാണ് കേട്ടോ. കുറേ തെങ്ങും തോപ്പുകളും കുറേ തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, കുറേ പുല്ലും അങ്ങനെയൊക്കെ ആയിട്ടാണ്. കുറേ ആളുകൾ ഇവിടെ ഇപ്പം യൂസ് ചെയ്യുന്നത് എന്താ പറയുക, നമ്മുടെ പോത്തും പശുവിനെയൊക്കെ കൊണ്ടുവന്നാണ് കെട്ടുന്നത് കേട്ടോ. അപ്പം പുല്ലൊക്കെ അത് കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വന്ന് കിട്ടുന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ അധികം ആരും ഇങ്ങനെ വരാറൊന്നുമില്ല ഇവിടെയൊക്കെ. അപ്പോൾ പക്ഷേ നല്ല കാണാൻ നല്ല ഭംഗിയാണ്. വല്ലപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ വന്നിങ്ങനെ നല്ല കാറ്റൊക്കെ കിട്ടും, നമുക്കിവിടെ വന്നിരിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയയിലായിട്ട് ഇങ്ങനെ ഈ പൂക്കൾ നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ നിന്ന് കുറേയൊക്കെ നല്ല നല്ല കളറുള്ള പൂക്കളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒന്ന് വിരിഞ്ഞിട്ട് 2 ദിവസമൊക്കെ അധികം ആവാത്ത പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാനൊന്ന് പോയി പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള കുടങ്ങലുണ്ടായിരുന്നു. ഈ കുടങ്ങൽ നമുക്ക് ഗുണങ്ങൾ അറിയാമല്ലോ. അത് നമുക്ക് ലേഹ്യമൊക്കെ ഉണ്ടാക്കും, കൂടാണ്ട് തോരനൊക്കെ വെക്കും. പിന്നെ നമ്മുടെ തൊട്ടാവാടി ചെടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ തൊട്ട് നോക്കുന്നുണ്ട് അത് വാടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പൂക്കളെല്ലാം പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ അത്തപ്പൂ ഇടാനൊക്കെ പിച്ചിക്കൊണ്ട് പോവും. നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് കുറേ ചെടികളുണ്ട്. ഈ ഒരു ഏരിയയുടെ ഉള്ളിലേക്ക് നമുക്ക് നല്ല ഔഷധ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാനും ആദ്യം കടിഞ്ഞ് പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. ഓക്കെ, ബൈ ടാറ്റാ.